ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാദീസ് റേഗൂസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഞങ്ങൾ രണ്ടാളുമാണ്. ഇന്ന് ഹാദിയല്ല, ഹാദി അറിയാത്ത ഇൻട്രോ ആണ് ഞങ്ങൾ ഇന്ന് എടുക്കുന്നത്. കാരണം എന്താണെന്നറിയാം, ഞങ്ങൾ ആദ്യമൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഇവളാണ് കേട്ടോ വാങ്ങിയെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഇവളെ ഏൽപ്പിച്ച് പോയതാണ്. അങ്ങനെ ഇവിടെ എല്ലാം സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഹാദിയക്ക് ഗിഫ്റ്റ്? എന്താണ് ഹാദിയക്കുള്ള ഗിഫ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും കാണുന്നില്ലേ ഞങ്ങളെ ചാനലിലെ വീഡിയോസും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞങ്ങളെ മൂന്നാലും കാണുന്നില്ലേ, ഇത് അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഇവളും ഉണ്ടാവും. ബാക്കി എല്ലാ കാര്യങ്ങളും എഡിറ്റിങ്, ക്യാമറ എല്ലാം കണ്ടന്റ്, എഡിറ്റിങ്, ക്യാമറ, ഒരുവിധം ഓളെ ഷൂട്ട് മാത്രമേ ഞങ്ങള് ഷൂട്ട് ചെയ്യും. ബാക്കി ഞങ്ങളുടെ എല്ലാം ഓളാണ് ഷൂട്ട് ചെയ്യുന്നതും. പിന്നെ എഡിറ്റിങ്ങിന് നിങ്ങൾക്ക് അറിയാലോ, നല്ല റിസ്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലും ആ ഒരു ഇതൊക്കെ കൊണ്ട് ഓളാണ് മാനേജ് ചെയ്യുന്നത്. അഭിനയിക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് ഇങ്ങനെ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ അഭിനയിക്കും. അതാണ് മെയിൻ. പിന്നെന്ന് പറയാൻ ആദ്യമായിട്ട് ഒരു പുറത്തൊരു ജോലി ചെയ്ത് എനിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് അവൾ തന്നെ ആയിരിക്കും. അതെനിക്ക് ഭയങ്കര പ്രൗഡാണ്. അപ്പം ഞാൻ ഇവളും കൂടെ വിചാരിച്ച് അതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്തിട്ട് അവൾക്കൊരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം, അതിപ്പോ ഞങ്ങൾ പറയുന്നില്ല, അത് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ പോയി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവക്ക് ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തതാണ്. ഇവള് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടില്ല, ഫോട്ടോ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടില്ല. ഇവിടെ പറഞ്ഞു നീ വാങ്ങിക്കോ ഷന്ന, അത് അവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ മൂന്നര ടേസ്റ്റ് ഓളെ ടേസ്റ്റ് നനക്കണ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും താല്പര്യം. ഇപ്പഴാന്ന് തോന്നുന്നു കുറച്ചൊക്കെ ആ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ആയത്. അല്ലെങ്കിൽ ഡെയിലി വാങ്ങായിരുന്നു. ബാഗ് സ്പ്രേ ഒക്കെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ബാഗ് സ്പ്രേ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ഗൈസ്. അപ്പൊ പിന്നെ എന്താ പറയാ, ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നതെന്ന് അറിയാം നിനക്ക്. ഞങ്ങൾക്ക് ന്യൂ ഇയറിന്റെ പരിപാടി ഉണ്ട്. അപ്പൊ അതിന്റെ ഡാൻസും ഒപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് റിഹേഴ്സൽ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ അവൾ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങളിത് അവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അവൾ അറിയാണ്ട് ഈ സാധനം കൊടുക്കുമ്പോൾ എന്താണ് പുള്ളിക്കാരത്തിന്റെ ഒരു എക്സ്പ്രഷൻ എന്താണ്, ചിലപ്പോ വലിയ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ചിലപ്പോ സന്തോഷം ഉണ്ടാവുമായിരിക്കും, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അവിടെ കൊണ്ടുപോയി കൊടുക്കണോ? നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കണല്ലോ. നല്ല ഇല്ല, നമുക്ക് ഞങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ ഇടയിൽ അവരൊന്നും ഞെട്ടണം, എന്താണിതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട്. ഗൈസ്, ഞാൻ എന്താണ് ഈ പാവക്കുട്ടിയും കൊണ്ടൊക്കെ നിൽക്കുന്നതല്ലേ, ഇതെന്താണ് ഷോപ്പിൽ നിന്നൊക്കെ എന്താണെന്നറിയാം ഗൈസ്, നമ്മുടെ ആദ്യമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇത് എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അവൾക്ക് അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, കൊടുവള്ളി വന്നതാണ് കേട്ടോ. നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ ഭയങ്കര ചങ്കായിട്ടുള്ള ഫ്രണ്ട്സ്. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട്. ഇത് വൈകുന്നേരം അവളെ ഞെട്ടിക്കാം. വൈകുന്നേരം ഞങ്ങൾക്ക് പരിപാടി ഉണ്ട് കേട്ടോ, ന്യൂ ഇയറിൻ്റെ റിഹേഴ്സൽ പരിപാടിയുണ്ട് ഡാൻസിൻ്റെ ഒക്കെ. അപ്പോൾ അവിടെ അവൾ വരുമ്പം ഇത് കൊണ്ട് കൊടുത്ത് ഭയങ്കരമായിട്ട് ഞെട്ടിക്കാം. എന്തായാലും ഞെട്ടും എന്ന് വെച്ചാൽ അവൾ ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റൊന്നും വാങ്ങാൻ പോകാറില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവളത് ഞെട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം അവളെ ഞെട്ടൽ കാണാം ഗൈസ്. അപ്പോൾ വൈകുന്നേരം കാണാം. അപ്പോൾ ഗൈസ്, ഓളെ വണ്ടി വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി വരുന്നുണ്ട് ഗൈസ് അവൾ വന്നിട്ടുണ്ട് ഗൈസ്. ബാക്കിയൊക്കെ പിന്നെ കേട്ടോ വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് പൊക്കിയാലോ? അവിടെ നിൽക്കണ്ട, ഇവിടെ അങ്ങനെ വന്ന് നിൽക്കും. കൊറേ നേരായി, എത്ര നേരായിട്ട് പാട്ടൊക്കെ വെച്ച് അവർ കളിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല. എത്ര നേരം എവിടോ പോയി കിടന്നില്ല. സെലക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയണം ഗൈസ്. ഇതൊക്കെ ഓ
ഞങ്ങളെല്ലാവരും സന്തോഷം. നല്ല വേഗം. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് നിനക്കൊരു ഗിഫ്റ്റ് തരണം തോന്നിയപ്പോ ഗിഫ്റ്റ് വാങ്ങി. സൂപ്പർ സൂപ്പർ. യോ നിങ്ങൾക്ക് ഒപ്പനയൊക്കെ പഠിപ്പിച്ചിരുന്നേനാ? പിന്നെ പഠിപ്പിച്ചോണ്ടിരിക്കും. അതെ തുടക്കത്തിൽ തന്നെ വാങ്ങി തന്നെ. അതെ അതെ സൂപ്പർ. കണ്ടു ബേബി എന്തോ സംഭവം ചുക്കത്തൊക്കെ കയറി വേഗം കണ്ടപ്പോ ഹലോ ഹലോ ഹൗ ഫീൽ സത്യം പറയാം സംഭവം അതൊരു സംഭവമാണ്. ഞങ്ങളെല്ലാം പറയുന്നതായിരിക്കും നിന്നോട്. ഈ ഫോൺ നിന്റെ തരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ട് സംതൃപ്തി അടഞ്ഞ് ഇതിന് മറുപടി നീ തന്നെ കൊടുക്കുക പ്രേക്ഷകർക്ക്. ഓക്കെ ശരിയെങ്കിൽ ആ ബാഗൊന്ന് കാണിക്കാവോ? ഭയങ്കര അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ഏതായാലും ഒരു ബാഗ് ഞാൻ ഇങ്ങനെ വാങ്ങണം എന്ന് ഇങ്ങനെ വിചാരിച്ചു. അതിങ്ങനെ പൊട്ടിതാ ഇതായിരിക്കും. ഏതായാലും താങ്ക് യു. ഓക്കെ അപ്പോൾ ബാക്കിയൊക്കെ ഇനി അവള് പറയും ഗായ്സ് അല്ലേ? ഓക്കെ. ഹായ് ഗായ്സ്, ഞാനിന്ന് വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. എന്താ പറയുക, ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഒട്ടും വിചാരിക്കാതെ എനിക്കൊരു ബാഗ് ഗിഫ്റ്റൊക്കെ കിട്ടി. എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ഗിഫ്റ്റാണല്ലോ. അപ്പം നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണല്ലോ. ഓല് ഇന്നെ ഞെട്ടിച്ച് കഴിഞ്ഞു. അതാണ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നോ, ഓരിങ്ങനെ ഒരു ഗിഫ്റ്റ് തരുന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. വല്ല ബർത്ത്ഡേയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിലും ഓക്കെ. അതൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസായി. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ബാഗ്. അടിപൊളി. കാരണം എനിക്കിഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ ബ്ലാക്ക്. അതുകൊണ്ടാണ് അവർ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തതും. എനിക്കത് നല്ല ലൈക്കായിട്ടോ ബാഗ്. അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ബാഗാണ്. എങ്ങനെയുണ്ട് ഉമ്മൻ്റെ ബാഗ് പോലെ തന്ന സർപ്രൈസ്? നല്ല അടിപൊളി സർപ്രൈസ് ആയിരുന്നു. അങ്ങനെയാണ് നല്ല മുത്തയും ഷമ്മിച്ചും എല്ലാവരും തന്നോണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അങ്ങനെ നല്ല അയൽവാസി ഉറങ്ങി നോക്കുന്നുണ്ടോ? ഉറക്കം വന്നിട്ട് പറയ്. അങ്ങനെ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയാല് നല്ല നല്ല അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എനിക്കിഷ്ടായോ ബാഗ്? എനിക്കിഷ്ടായോ? ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്കോ? എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ സർപ്രൈസ് ആയില്ലേ, അതിനപ്പുറത്തേക്ക് ഇനി എന്തില്ലേ. യെസ്, അങ്ങനെയാണ് ഗൈസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ താത്താണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. മറ്റത് നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് താമസമായിട്ട് വന്ന ഒരാളാണ് ഷംന എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 8 വർഷമായി അവളിവിടെ വന്ന് താമസമായിട്ട്. അന്ന് മുതലുള്ള ഫ്രണ്ട്സാണ്. പിന്നെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങി. പക്ഷേ വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിലും മുമ്പ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. നിങ്ങൾക്കും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് തരാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.